ഈ അടുത്ത് എന്നെ കാണിക്കാൻ വന്നൊരു പേഷ്യൻ്റ് ചില സമയത്ത് അവർക്ക് വയറ്റിൽ ബുദ്ധിമുട്ട് വരും, ഓക്കാനം വരും, നടക്കുമ്പോൾ അവർക്ക് താടിയിൽ അസ്വസ്ഥത വരും, ചില സമയത്ത് നല്ല ക്ഷീണം അനുഭവപ്പെടും, മറ്റു ചില സമയത്ത് അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഒറ്റനോട്ടത്തിൽ കേൾക്കുമ്പോൾ ഈ ലക്ഷണങ്ങളൊന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ രോഗിയുടേതടക്കം ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ ഹാർട്ടിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ടുള്ള വാർണിംഗ് അടയാളങ്ങളാണ്. പഠനങ്ങൾ കാണിക്കുന്നത് 40 മുതൽ 50% വരെ ആളുകൾക്ക് ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അനുഭവപ്പെടുക എന്നുള്ളതാണ്. ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിലുള്ള നാഡീ നരമ്പുകൾ ഒരുപാട് കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ നാഡീവ്യൂഹവും ശരീരത്തിലെ മറ്റ് ബോഡി പാർട്ടുകളുടെ നാഡീവ്യൂഹങ്ങളും തമ്മിൽ നല്ല കണക്ഷൻസ് ഉണ്ട്. പലപ്പോഴും ലക്ഷണങ്ങൾ തമ്മിലും ഒരു കണക്ഷൻ സംഭവിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ വയറ്റിലാണ് അനുഭവപ്പെടുക, ഓക്കാനമായിട്ടും ഛർദിയായിട്ടും തോന്നാം. ഇതുപോലെ ഒരുപാട് ലക്ഷണങ്ങൾ നമ്മൾ പോലും അറിയാതെ ഹൃദയ സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ പോലും മറ്റ് അവയവങ്ങളിൽ നിന്നും പുറപ്പെടാറുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. വളരെ സാധാരണയായിട്ട് ഇങ്ങനെ അനുഭവപ്പെടുന്ന 5 ഒളിഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം വിട്ടുമാറാത്ത ക്ഷീണം തന്നെയാണ്. ഹൃദയത്തിൻ്റെ ശക്തിയും പമ്പിങ് കുറയുമ്പോൾ ഭൂരിപക്ഷം സ്ത്രീകൾക്കും അനുഭവപ്പെടുന്ന ഒരു ലക്ഷണം വിട്ടുമാറാത്ത ക്ഷീണം തന്നെയാണ്. ഈ ക്ഷീണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും റെസ്റ്റ് എടുത്താൽ പോലും ഈ ക്ഷീണം മാറണമെന്നില്ല. ഇതിൻ്റെ ഒരു മൂലകാരണം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ പമ്പിങ് കുറവായതുകൊണ്ട് ശരീരത്തിൻ്റെ ഊർജാവശ്യങ്ങൾക്കുള്ള ഓക്സിജൻ മറ്റ് അവയവങ്ങളിൽ ഹൃദയത്തിന് എത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാന ലക്ഷണങ്ങൾ റഫേർഡ് പെയിൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ പെയിൻ ആണെങ്കിൽ പോലും ഇത് അനുഭവപ്പെടുന്നത് ചിലപ്പോൾ താടിയെല്ലിലായിരിക്കും, ചിലപ്പോൾ പുറം ഭാഗത്തായിരിക്കും, മറ്റ് ചിലപ്പോൾ കഴുത്തിലായിരിക്കും. ഇങ്ങനെ നെഞ്ചിലല്ലാതെ വരുന്ന വേദനകളെയാണ് റഫേർഡ് പെയിൻ എന്ന് പറയാം. 50% ഹാർട്ട് അറ്റാക്കുകളും റഫേർഡ് പെയിൻ ആയിട്ട് തന്നെയാണ് അനുഭവപ്പെടുക. മൂന്നാമത്തെ ലക്ഷണം ദഹനവുമായി ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങളാണ്. 25% ഹാർട്ട് അറ്റാക്കുകളും ഓക്കാനം, ഛർദി തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾ മാത്രമായിട്ടാണ് അനുഭവപ്പെടാറുള്ളത്. ഇതിന്റെ ഒരു പ്രധാന കാരണം ദഹനവുമായി ബന്ധപ്പെട്ട വാഗസ് എന്ന് പറയുന്ന നാഡിയും ഹൃദയവും കണക്റ്റഡ് ആയതുകൊണ്ടാണ്. നാലാമത്തെ ഒരു പ്രധാന ലക്ഷണം നെഞ്ചുവേദന ഇല്ലാതെ തന്നെ അനുഭവപ്പെടുന്ന ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഹാർട്ടിൽ ബ്ലോക്ക് വന്നാലും അതുപോലെ തന്നെ ഹൃദയത്തിന്റെ പമ്പിങ് കുറഞ്ഞാലും ശ്വാസത്തിനുള്ള അസ്വസ്ഥത ആയാസപ്പെടുന്ന സമയത്ത് പലർക്കും അനുഭവപ്പെടാറുണ്ട്. ഹാർട്ട് ഫെയിലിയർ ഉള്ള വ്യക്തികൾക്ക് പലപ്പോഴും അസുഖം കണ്ടുപിടിക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ നല്ല രീതിയിലുള്ളൊരു കിതപ്പ് അനുഭവപ്പെടാറുണ്ട്. അഞ്ചാമത്തെ ലക്ഷണം നമ്മുടെ മാനസിക അവസ്ഥയിലുള്ള മാറ്റങ്ങളാണ്. ചില ആളുകൾക്ക് അകാരണമായിട്ടുള്ളൊരു ആങ്സൈറ്റി, ഭയം, ഹൃദയമിടിപ്പ് കൂടുക, ടെൻഷൻ അനുഭവപ്പെടുക, ഉറക്കത്തിലുള്ള പ്രശ്നങ്ങൾ, സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം പലപ്പോഴും ഹാർട്ടിൻ്റെ അസുഖത്തിൻ്റെ മുന്നോടിയായിട്ട് കാണാറുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്.